വർഷത്തെ ആനുവൽ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യൂഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ആരായിരിക്കും ഈ ലിസ്റ്റിൽ മുന്നിലുണ്ടാവുക? ഗസ് ചെയ്തോ? ഞാൻ പറയട്ടെ. കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ തിയേറ്ററുകളിൽ ഒറ്റ സിനിമ പോലും റിലീസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ലിസ്റ്റിന്റെ ടോപ്പിൽ, അതായത് ആദ്യ സ്ഥാനത്ത് ബോളിവുഡിന്റെ കിങ് ഖാൻ ഷാറുഖ് ഖാൻ ഉള്ളത്. ഏകദേശം 1700 കോടി രൂപയാണ് ഷാറുഖ് ഖാന്റെ ബ്രാൻഡ് മൂല്യം. കഴിഞ്ഞ വർഷം 3-ാം സ്ഥാനത്തായിരുന്നു ഷാറുഖ്. ഇത്തവണ വമ്പൻ കുതിച്ചുചാട്ടത്തിലൂടെയാണ് 1-ാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. സിനിമകൾ റിലീസിന് എത്തിയില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിലുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകളുടെ സ്വാധീനവുമാണ് ഷാറുഖിനെ ഈ നേട്ടത്തിന് അർഹനാക്കിയത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിദ്ധാർത്ഥ് ആനന്ദ് ചിത്രം കിങ് റിലീസിനൊരുങ്ങുമ്പോഴാണ് ഈ ഒരു മാസ് എൻട്രി. എങ്കിൽ ഈ ലിസ്റ്റിൽ രണ്ടാമതാരായിരിക്കും? പറയാം. കഴിഞ്ഞ വർഷം വിരാട് കോഹ്ലി 1-ാമതും രൺവീർ സിംഗ് 2-ാമതും ഷാറുഖ് ഖാൻ 3-ാമതുമായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. തുടർച്ചയായ 2-ാം വർഷവും രൺവീർ സിംഗ് തന്റെ 2-ാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. 1550 കോടി രൂപയാണ് രൺവീറിന്റെ ബ്രാൻഡ് മൂല്യം. ദുരന്ത സീരീസിലെ 2 ചിത്രങ്ങളിലൂടെ ആഗോളതലത്തിൽ 3100 കോടി രൂപയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയതാണ് രൺവീറിന്റെ ഈ ഒരു മുന്നേറ്റത്തിന് കാരണം. അതേസമയം കഴിഞ്ഞ വർഷം സെലിബ്രിറ്റി ബ്രാൻഡ് മൂല്യത്തിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഇത്തവണ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 1500 കോടി രൂപയാണ് നിലവിൽ വിരാട്ടിന്റെ ബ്രാൻഡ് മൂല്യമായി കണക്കാക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ലെജൻസായ MS ധോണിയും സച്ചിൻ തെണ്ടുൽക്കറുമാണ് പട്ടികയിൽ 4-ഉം 5-ഉം സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും ജനമനസ്സുകളിൽ ഇവരുടെ ബ്രാൻഡ് സ്വാധീനം ഇപ്പോഴും ശക്തമായി തുടർന്നു എന്ന് വേണം പറയാൻ. എന്നാൽ വനിതാ സെലിബ്രിറ്റികളിൽ ഏറ്റവും ഉയർന്ന ബ്രാൻഡ് മൂല്യമുള്ളത് ആലിയ ഭട്ടിനാണ്. ഏകദേശം 886 കോടി രൂപ മൂല്യവുമായി ആലിയ പട്ടികയിൽ 6-ാം സ്ഥാനത്തുണ്ട്. നടി എന്നതിലുപരി ഒരു ഗ്ലോബൽ ബ്രാൻഡ് ഐക്കണായി മാറാൻ ആലിയയ്ക്ക് സാധിച്ചു എന്നതാണ് ഈ ഒരു ഉയർന്ന മൂല്യത്തിന് കാരണം. ഗൂച്ചി പോലുള്ള മുൻനിര ആഗോള ലക്ഷറി ബ്രാൻഡുകളുടെ ആദ്യ ഇന്ത്യൻ ഗ്ലോബൽ അംബാസഡർ ആയതും എഡിയമാമ എന്ന സ്വന്തം ക്ലോത്തിംഗ് ബ്രാൻഡിലൂടെ ബിസിനസ് രംഗത്ത് സ്വന്തമാക്കിയ വിജയവും ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിലെ ശക്തമായ ഇടപെടലുകളും ഉയർന്ന ഡിജിറ്റൽ എൻഡോഴ്സ്മെന്റ് ഡീലുകളുമാണ് അഭിനയത്തിനപ്പുറം ബ്രാൻഡ് ലോകത്ത് ആലിയ ഭട്ടിനെ 1-ാമതാക്കി മാറ്റിയത്. ദീപിക പദുക്കോൺ, ഹൃത്തിക് റോഷൻ, അമിതാഭ് ബച്ചൻ, രൺബീർ കപൂർ എന്നിവരാണ് ആദ്യ 10-ൽ ഇടം പിടിച്ച മറ്റ് സെലിബ്രിറ്റീസ്. ക്രോളിന്റെ 2025-ലെ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യൂഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ മുൻനിരയിലുള്ള 25 സെലിബ്രിറ്റികളുടെ ആകെ ബ്രാൻഡ് മൂല്യം എന്നത് $2 ബില്യൺ ആണ്. അതായത് 19,000 കോടിയിലധികം രൂപ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബ്രാൻഡ് മൂല്യത്തിൽ 3.7% ചെറിയൊരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പട്ടികയിൽ 13 പുരുഷന്മാരും 12 സ്ത്രീകളുമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സെലിബ്രിറ്റികളുടെ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകളുടെ വ്യാപ്തിയും സോഷ്യൽ മീഡിയയിലെ അവരുടെ സജീവ സാന്നിധ്യവും സ്വാധീനവും ഒക്കെ കണക്കിലെടുത്താണ് ക്രോൾ ഈ ബ്രാൻഡ് മൂല്യം നിർണ്ണയിച്ചിരിക്കുന്നത്.